എന്താണ് പ്രൈസ് സീലിംഗ്? പ്ലസ് 2 എക്കണോമിക്സിന്റെ 5th ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്നും ഉറപ്പായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ് പ്രൈസ് സീലിംഗ് എന്താണെന്നുള്ളത്. വളരെ ഡീറ്റെയിൽ ആയി, എന്നാൽ നിങ്ങൾക്കായി വളരെ സിമ്പിളായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ പ്ലസ് 2 എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റേഴ്സ് വീഡിയോസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക്. പ്രൈസ് സീലിംഗ് അഥവാ വിലപരിധി. എന്താണ് പ്രൈസ് സീലിംഗ് അല്ലെങ്കിൽ വിലപരിധി എന്ന് പറയുന്നത്? അതായത് അവശ്യ സാധനങ്ങളുടെ ലഭ്യത സാധാരണ കൺസ്യൂമേഴ്സിനും സാധാരണ ഉപഭോക്താക്കൾക്കും ലഭ്യമാകുന്നതിന് വേണ്ടിയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് ഒരു പരമാവധി വില നിശ്ചയിക്കുകയാണ്. ഇതിനെയാണ് പ്രൈസ് സീലിംഗ് അഥവാ വിലപരിധി എന്ന് പറയുന്നത്. എന്താണ്? അവശ്യ സാധനങ്ങളുടെ ലഭ്യത സാധാരണ ഉപഭോക്താക്കൾക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് ഒരു പരമാവധി വില നിശ്ചയിക്കുന്നതിനെയാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായി വരുന്നത് ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര, മണ്ണെണ്ണ തുടങ്ങിയവയുടെയൊക്കെ വില നിശ്ചയിക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പം പ്രൈസ് സീലിംഗുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നോക്കാം. ഇവിടെ നമുക്ക് എക്സ് വൈ ആക്സിസ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് വിലയെ സൂചിപ്പിക്കുന്നു. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി അളവിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ എസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അവിടുത്തെ സപ്ലൈ ആണ്. റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ എസ് എന്ന് രേഖപ്പെടുത്തുന്ന ലൈൻ എന്താണ്? അവിടുത്തെ സപ്ലൈ ആണ്. ഡി എന്ന് ഗ്രീൻ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? അവിടുത്തെ ഡിമാൻഡുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സപ്ലൈയും ഡിമാൻഡും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ ഇ എന്ന് രേഖപ്പെടുത്തുന്നു. അതാണ് അവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ്. സപ്ലൈയും ഡിമാൻഡും ഈക്വലാണ്. അവിടെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുന്ന പോയിന്റ് എന്താണ്? മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. അത് നമ്മൾ ഇ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, P0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കി, അതായത് ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും വൈ ആക്സിസിലോട്ട് നമ്മൾ നേരെ ഒരു ലൈൻ വരച്ചിരിക്കുന്നു. അതെന്താണ്? P0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും വൈ ആക്സിസിലോട്ട് വരച്ചിരിക്കുന്ന ആ ഒരു ലൈന് നമ്മൾ എന്താണ് പറയുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്നാണ്. P0 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പോയിന്റ് ഇയിൽ നിന്നും എക്സ് ആക്സിസിലോട്ട് നേരെ വരച്ചിരിക്കുന്ന ആ ലൈൻ എന്താണ്? Q0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെന്താണ്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. അപ്പം ഇക്വിലിബ്രിയം പോയിന്റ് ഇയിൽ നിന്നും വൈ ആക്സിസിലോട്ട് നേരെ വരച്ചിരിക്കുന്നത് P0 എന്ന് രേഖപ്പെടുത്തി. അത് അവിടുത്തെ ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. അതുപോലെ ഇ എന്ന പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലോട്ട് നേരെ വരച്ചിരിക്കുന്നതാണ് Q0. അത് അവിടുത്തെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയുമാണ്. ഇവിടെ P0 എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ ഉള്ള ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസാണ്. ഇവിടെ P0 കൂടുതലായതുകൊണ്ട് തന്നെയാണ് സാധാരണ ഉപഭോക്താക്കൾക്ക് അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു വിലയിലൊരു പരിധി നിശ്ചയിക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈസ് സീലിംഗ് അല്ലെങ്കിൽ PC എന്ന് പറയുന്നത്. അതാണ് നമ്മൾ രണ്ടാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, PC പ്രൈസ് സീലിംഗ്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഈ പ്രൈസ് സീലിംഗ് എപ്പോഴും എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസിന് താഴെയായിരിക്കും. അതായത് P0യ്ക്ക് താഴെയായിരിക്കും പ്രൈസ് സീലിംഗ് വരുന്നത്. അത് നമ്മൾ നേരെ വരയ്ക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഡിമാൻഡ് എന്ന ലൈനിലാണ് കൂട്ടിമുട്ടുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ആ ഡിമാൻഡിൽ നിന്നും നേരെ നമ്മൾ താപ്പോട്ട് വരയ്ക്കുന്ന ലൈനാണ് QC. എന്താണ് ഈ QC? QC എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡിമാൻഡാണ്. അതുപോലെ തന്നെ ഈ PC പ്രൈസ് സീലിംഗ് താണ്ടെ അടുത്ത ഒരു പോയിന്റിൽ നിന്ന് താപ്പോട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അവിടുത്തെ QC ഡാഷ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സപ്ലൈ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? വില കുറവുമാണ്, അല്ലേ? അതായത് ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്നും താഴെയായിരിക്കും എപ്പോഴും പ്രൈസ് സീലിംഗ് വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ്? വില കുറവാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വില കുറവായതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുകയാണ്. ഓക്കെ, ഡിമാൻഡ് കൂടുകയാണ്. ഇവിടെ ഡിമാൻഡാണ് സപ്ലൈക്കാളും കൂടുതൽ. കാരണം എന്താണ്? വില കുറവാണ്. ഇവിടെ ഡിമാൻഡ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് QC എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതുപോലെ സപ്ലൈ എന്താണ്, നമ്മൾ QC ഡാഷ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഡിമാൻഡാണ്, വില കുറവായതുകൊണ്ട് തന്നെ എന്താണ്, ഡിമാൻഡാണ് സപ്ലൈക്കാട്ടിലും കൂടുതലായി നിൽക്കുന്നത്. ഓക്കെ, അപ്പം വില നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്, വില കുറവായതുകൊണ്ട് തന്നെ എന്താണ്, ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ഇവിടെ എന്താണ്, ഒരു എക്സസ് ഡിമാൻഡ് ഉണ്ടാവുകയാണ്. അത് നമ്മൾ രാഷ് കളറിൽ നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഗ്രാഫിനകത്ത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം പ്രൈസ് സീലിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിലുള്ള അവശ്യ സാധനങ്ങളെല്ലാം വിൽക്കുന്നതും കൂടുതലും എന്താണ്, റേഷൻ കടയിലൂടെയൊക്കെ ആയിരിക്കും. അപ്പോൾ റേഷൻ കടകളിൽ നീണ്ട ക്യൂവിന് കാരണമാകുന്നു, ഡിസഡ്വാൻറ്റേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമറിന് ആവശ്യമുള്ളതിൽ കുറവ് സാധനമാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വില കുറഞ്ഞു എന്ന് കരുതി എല്ലാവർക്കും വലിയൊരു ക്വാണ്ടിറ്റിയിൽ കൊടുക്കത്തില്ല, എല്ലാവർക്കും ഒരു നിശ്ചിത ക്വാണ്ടിറ്റി മാത്രമേ ആ ഒരു ഉൽപ്പന്നം കൊടുക്കുന്നുള്ളൂ. അതും എന്താണ്, ഒരു പോരായ്മയായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് പ്രൈസ് സീലിംഗ് ആണ്. എന്താണ് പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞത്? അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് ഒരു പരമാവധി വില നിശ്ചയിക്കുന്നു. ഇതിനെയാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈസ് സീലിംഗ് എപ്പോഴും എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസിന് താഴെയായിരിക്കുമെന്നും ഓർത്തിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ഇതെന്താണ്, ഒരു എക്സസ് ഡിമാൻഡിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈസ് സീലിംഗ്.